തലസ്ഥാന ജില്ലയിലുള്ളവർക്കറിയാം ഏറ്റവും അധികം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന നിരവധി മേഖലകളുണ്ട് തിരുവനന്തപുരത്ത്. അതിലേറ്റവും പ്രധാനം തമ്പാനൂരും കിഴക്കേക്കോട്ടയും തന്നെയാണ്. കിഴക്കേക്കോട്ടയുടെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. കാരണം ഗതാഗത പ്രശ്നം ഏറ്റവും രൂക്ഷമാണ് അവിടെ. ഈ പ്രൈവറ്റ് ബസ്സുകളൊക്കെ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈസ്റ്റ് ഫോർട്ടിലാണ് എന്ന് മാത്രമല്ല സിറ്റി ബസ് എല്ലാം സർവീസ് നടത്തുന്നത് അവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെ എവിടേക്ക് ഏതൊക്കെ ബസ് എങ്ങോട്ടൊക്കെ പോകുമെന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടാവില്ല. കാൽനട യാത്രക്കാർക്ക് കഷ്ടം. ഇനി ഇരുചക്ര വാഹനങ്ങളിൽ വരുന്നവരുടെ കാര്യവും പറയേണ്ട. ജീവൻ കയ്യിൽ വെച്ചാണ് ഇവരൊക്കെ അവിടെ അതുവഴി വാഹനം ഓടിക്കുന്നത് എന്ന് സാരം. എന്തായാലും ഒരിക്കലെങ്കിലും അവിടെ പോയവർക്ക് നിജസ്ഥിതി നേർക്കാഴ്ചയിലൂടെ വ്യക്തമാകുമെന്നതിൽ തർക്കമില്ല. എന്തായാലും ഈ പ്രശ്നത്തിൽ, ഗതാഗത പ്രശ്നത്തിൽ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. ട്രാഫിക് കുരുക്കും അപകടങ്ങളും ഒഴിവാക്കുന്നതിനായുള്ള നടപടികൾ 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നാണ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ മാറ്റി സ്ഥാപിക്കണമെന്ന കോടതി ഉത്തരവിൽ പ്രതീക്ഷ വെച്ച് തലസ്ഥാന നിവാസികളായ ഹർജിക്കാർ ഉണ്ട്. ആ ഹർജിക്കാർ റെപ്രസെൻ്റ് ചെയ്യുന്നത് തലസ്ഥാനത്ത് താമസിക്കുന്നവരും അല്ലെങ്കിൽ ഇവിടെ വരുന്നവരുമായി എല്ലാവരെയും കൂടിയാണ് എന്നും പറയേണ്ടി വരും. ടിൻഡു ദാസ് ചേരുന്നു വിവരങ്ങളുമായി. ടിൻഡു, അനു, തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കിഴക്കേക്കോട്ട എന്ന് പറയുന്നത്. കിഴക്കേക്കോട്ട ജംഗ്ഷനിൽ അല്ലെങ്കിൽ കിഴക്കേക്കോട്ട ജംഗ്ഷനിലെ ഈ തിരക്കുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഹൈക്കോടതി വടിയെടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയേണ്ടതായിട്ടുള്ളൂ. കാരണം നമുക്കറിയാം, കിഴക്കേക്കോട്ടയിലെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അതുപോലെ തന്നെ വാഹനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഇവിടെ ഉണ്ടാകുന്ന മറ്റു തിരക്കുകളിൽ മതിയായ പോലീസ് ഉദ്യോഗസ്ഥരില്ല. ഇതൊക്കെയാണ് കിഴക്കേക്കോട്ടയിലെ പ്രധാന പ്രശ്നം. കഴിഞ്ഞ 6 മാസത്തെ ഒരു കണക്കൊക്കെ എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ നടന്ന മരണങ്ങൾ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മരിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഒരു വഴിയാത്രക്കാരി മരിച്ചിട്ടുണ്ട്. ബസ്സുകളുടെ മത്സര ഓട്ടങ്ങൾക്കിടയിലും തിരക്കുകൾക്കിടയിൽപ്പെട്ട് നിരവധി മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ കിഴക്കേക്കോട്ടയിൽ നിന്നും ദിവസം 800ഓളം KSRTC ബസ്സുകൾ. ഈ മരണങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് കൂടി വ്യക്തമാക്കണം ടിൻഡു. വെറുതെ അങ്ങ് തട്ടി മരിക്കുകയായിരുന്നില്ല. 2 ബസ്സുകൾക്കിടയിൽ ഞെരുങ്ങിയൊക്കെ മരണം സംഭവിച്ച ഒരിടം കൂടെയാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഈ ബസ്സുകളുടെ തിരക്ക്, ബസ്സുകളുടെ അനിയന്ത്രിതമായിട്ടുള്ള ഓട്ടം, അതോടൊപ്പം തന്നെ ഈ വ്യക്തമായിട്ടുള്ള ട്രാഫിക് നിയമങ്ങളോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാതെ വന്നിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. KSRTC ബസ്സിനും പ്രൈവറ്റ് ബസ്സിനും ഇടയിൽപ്പെട്ട ഒരു കാൽനടക്കാരൻ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മരിക്കുക, അത് ഞെരുങ്ങിയാണ് മരിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള സംഭവങ്ങളാണ് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് സംഭവിച്ചത്. ഹൈക്കോടതി പറയുന്ന നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. ഒരു ദിവസം കിഴക്കേക്കോട്ടയിൽ ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആളുകൾ ഈ നഗരത്തിൽ പുറത്തു നിന്നും തീർത്ഥാടകരായിട്ടും കാൽനടക്കാരായിട്ടൊക്കെ 1 ലക്ഷത്തിലധികം ആളുകൾ കിഴക്കേക്കോട്ട നഗരത്തിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആളുകൾക്കെല്ലാം ഇത്തരത്തിൽ പോകാനായിട്ടും ക്രോസ് ചെയ്യാനുമായിട്ടുള്ള സംവിധാനങ്ങൾ, റോഡ് ക്രോസ് ചെയ്യാനുമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. പ്രധാനപ്പെട്ട 2 തീർത്ഥാടന ക്ഷേത്രങ്ങളുള്ള ഒരു നഗരവും കൂടിയാണ് കിഴക്കേക്കോട്ട എന്നുള്ളത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, അതോടൊപ്പം തന്നെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രവും ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കും ആഴിമല ക്ഷേത്രത്തിലേക്കുമുള്ള ബസ് സർവീസുകൾ ആരംഭിക്കുന്നതും കിഴക്കേക്കോട്ടയിൽ നിന്നാണ്. തിരുവനന്തപുരം നഗരത്തിൽ അർബൻ ടു അർബൻ സർവീസും അതോടൊപ്പം തന്നെ അർബൻ ടു റൂറൽ സർവീസുകളും ആരംഭിക്കുന്നത് കിഴക്കേക്കോട്ടയിൽ നിന്നാണ്. 800-ലധികം KSRTC സർവീസുകൾ രാവിലെ മുതൽക്ക് തന്നെ കിഴക്കേക്കോട്ടയിൽ നിന്നും സർവീസ് ആരംഭിക്കുന്നുണ്ട്. 100-ലധികം പ്രൈവറ്റ് ബസ്സുകളുടെ സർവീസുണ്ട്, സ്വകാര്യ വാഹനങ്ങളുണ്ട്, ഓട്ടോ സ്റ്റാൻഡുകളുണ്ട്, ടാക്സി സ്റ്റാൻഡുകളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇത്ര മാത്രമാണ്. ഈ കാൽനടക്കാർക്ക് സഞ്ചരിക്കാനായിട്ട് റോപ്പ് വേ സംവിധാനമുള്ള നടപ്പാതകൾ നിർമ്മിക്കുക, അതോടൊപ്പം തന്നെ പഴവങ്ങാടി ക്ഷേത്രത്തിന് സമീപവും അതോടൊപ്പം തന്നെ ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപവും കാൽനടക്കാർക്ക് പോകാനുള്ള ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കുക, അതോടൊപ്പം തന്നെ ഈ മതിയായിട്ടുള്ള ട്രാഫിക് ജീവനക്കാരെ ഇത്തരത്തിൽ നിയമിക്കുക. പ്രധാനപ്പെട്ട സ്കൂളുകളെ 5-ലധികം സ്കൂളുകളിലെ കുട്ടികൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ട നഗരത്തിൽ നിന്നും രാവിലെ ബസ് കയറാനായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് മതിയായിട്ടുള്ള സുരക്ഷ നൽകുക. ഈ ജംഗ്ഷനിൽ നിന്നും മാറി ആളുകൾക്ക് അല്ലെങ്കിൽ വരുന്ന തീർത്ഥാടകർക്കും അതോടൊപ്പം തന്നെ പുറത്തു നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കും സ്വദേശികൾക്കുമായിട്ടുള്ള ആളുകൾക്ക് വിശ്രമിക്കാനുള്ള വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുക. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയും അതോടൊപ്പം പോലീസും സംയുക്തമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഉണ്ടാകുന്ന വീഴ്ച അല്ലെങ്കിൽ
അത്തരത്തിൽ അവരിലുണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പമാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ കിഴക്കേക്കോട്ട നഗരത്തിൽ ഈ തിരക്കുകൾ വർദ്ധിക്കാനായിട്ടും അതോടൊപ്പം തന്നെ ഈ അപകടങ്ങൾ പതിവായിട്ടുണ്ടാകാനുമായിട്ടുള്ള. കാരണം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് നിരവധി വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ, മറ്റ് സർക്കാർ കോളേജ് ഓഫീസ് സമയമാണ്, എല്ലാവരും തിരക്കിലായിരിക്കും. എങ്കിലും പ്രതികരണങ്ങൾ കൂടി എടുത്താൽ നന്നാകും ടിൻഡു. പ്രത്യേകിച്ച് ഈ നമ്മുടെ ഇടങ്ങൾ ഉള്ളവർ മാത്രമല്ല, അന്യ സംസ്ഥാനക്കാർ കൂടി കൂടുതൽ എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രം അടുത്താണ്. കിഴക്കേക്കോട്ടയിലെത്താതെ അവിടേക്ക് പോകാനും കഴിയില്ല. അപ്പോൾ എല്ലാവർക്കും പറയാനുണ്ടാവും എന്തെങ്കിലുമൊക്കെ. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തേടേണ്ടതായിട്ടുണ്ട്. സ്ഥിരം ഇവിടെ പ്രധാനമായിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാണുന്നത് ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലുള്ള ആളുകളാണ്, ഇവിടുത്തെ സ്ഥിരമായിട്ടുള്ള ഓട്ടോ സർവീസിലുള്ള ആളുകളാണ്. ഈ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കിഴക്കേക്കോട്ടയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്, ഈ ബസ് അപകടങ്ങൾ നടക്കുന്നത് ഈ ഭാഗത്താണ്. തിരക്ക് ഒരു പ്രധാന പ്രശ്നമാണ്. പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ടും ഒരു നിരത്തിങ്ങ് പിടിച്ചേക്കും. ഒരു ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിവർത്തിയില്ല. കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഏത് സമയം നോക്കിയാലും ഈ സൈഡ് ബ്ലോക്കാണ്. കാരണം ബസ്സുകൾ അനധികൃതമായി ബസ്സുകൾ കൊണ്ട് പാർക്ക് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത്. KSRTC പ്രൈവറ്റ് ബസ്സാണ് പ്രധാന പ്രശ്നം. ട്രാഫിക് നിയന്ത്രിക്കാൻ ഇപ്പോൾ ഈ രാവിലെ ആണെങ്കിൽ നിരവധി വിദ്യാർത്ഥികളും ഒക്കെ പോകുന്നു. അപ്പോൾ ട്രാഫിക് നിയന്ത്രിക്കാൻ മതിയായിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ എവിടെയുണ്ട്? ഉണ്ടെങ്കിൽ അവർ പറഞ്ഞാലും കേൾക്കൂല. പ്രൈവറ്റ് ബസ്സാണ് ഏറ്റവും കൂടുതൽ റോഡിന് മധ്യത്ത് കൊണ്ടിട്ടേക്കും. വേറെ ഒരു വാഹനങ്ങൾക്ക് ഒരു യാത്രക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിവർത്തിയില്ല. ആ കണ്ടീഷനിലാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഒരു 10 മിനിറ്റ് ഇവിടെ നിന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാരണം ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു ബസ് കൊണ്ടിടില്ല. അതിന് നിരത്തി കൊണ്ടിട്ടിരുന്ന ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയാണ് പതിവ്. പ്രൈവറ്റ് ബസ്സിന് പ്രത്യേക സ്റ്റാൻഡ് ഉണ്ടല്ലോ അല്ലേ? എന്നാലും അവരിവിടെ തന്നെ ഇടുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ 86 മുതലുള്ള ഡ്രൈവർമാരാണ്. ഇത് നമ്മൾ വിചാരിക്കും പോലെ ഒന്നുമല്ല. ഒരു പോർട്ട് സ്റ്റേഷനിൽ നിന്നൊക്കെ വണ്ടി വന്നതാണ് ചിലപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി വിട്ടു കൊടുക്കുന്നത്. ഒരു ആംബുലൻസ് വന്നാൽ പോലും പോകാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തൊരു കണ്ടീഷനാണ്. പ്രൈവറ്റുകാർ കൊണ്ടിടും, അതിൻ്റെ അപ്പുറത്തെ ട്രാൻസ്പോർട്ടുകാർ കൊണ്ടിടും. 10,000 പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ള കേസാണ്. ആ സർക്കാർ ഇരുന്നെന്ന് പറഞ്ഞാൽ അതൊന്നും അവർ ചെയ്യില്ല, അവർ നോക്കുകയില്ല. അവർ നോക്കി മറ്റേ മന്ത്രിമാർ വല്ല വരുമ്പോഴത്തേക്ക് അതിൻ്റെ പിറക്കെ എസ്കോഡ് മുമ്പ് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രണ്ടിൽ അവരും പോകും, അതിൻ്റെ പിറക്കെ അവരും പോകും. ഇങ്ങനെ കിടക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്നുള്ള അവസ്ഥയൊന്നുമല്ല. ഇത് അത് പോകുന്നുണ്ട്, അത് കയറി പോകുന്നത്, അത് ആളുകൾ നടക്കുന്നതല്ലേ. ഇത് ഇവിടുത്തെ ഈ വാഹനക്കുരുക്കൽ നമുക്ക് ആദ്യം മാറ്റേണ്ടത്. ഇവിടുന്ന് അതായത് നമ്മളെ ഈ അട്ടക്കുളങ്ങര മുതൽ നമ്മൾ ഓവർ ബ്രിഡ്ജ് വരെ ഇത്തിരി പാടാണ്. ഒരു ആംബുലൻസ് ഒന്നും വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോവുകയൊന്നുമില്ല. പോകാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റൂല തന്നെ. അപ്പോൾ അതിനുള്ള ഇടമില്ല. അതിന് സർക്കാർ എന്തെങ്കിലും ഒരു സംവിധാനം പറയാനും നമ്മൾ എത്രയോ കാലം കൊണ്ട് ഈ സ്റ്റാൻഡിൽ കിടന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ആരും കേൾക്കുന്നില്ല ഇതിനെപ്പറ്റി ഒരു നടപടി ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. പോലീസ് എത്രയെന്ന് പറയുന്നത് സർക്കാരിനെ ചെന്ന് പറയാൻ പറ്റുമോ? പോലീസുകാർക്ക് അവരേതായ ഡ്യൂട്ടി അവരങ്ങ് ചെയ്യും. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഇവിടെ 1986 മുതൽ ഇവിടെ ഓട്ടോ. നമുക്കറിയാം ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങളെല്ലാം കാണുന്നത് ഈ ഓട്ടോ സ്റ്റാൻഡിലുള്ളവരാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സര ഓട്ടം, പിന്നെ ഈ KSRTCക്ക് മുന്നേ പ്രൈവറ്റ് കയറാൻ ശ്രമിക്കുന്നു. അതൊക്കെ തന്നെയാണ് ഒരുപക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. എന്തായാലും ഈ ഗുരുതരമായിട്ടുള്ള പ്രശ്നം, ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ട്. അത്തരത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഇവിടുത്തെ ഗതാഗത കുരുക്കും അതോടൊപ്പം തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന ഈ മത്സര ഓട്ടവും ഒക്കെ അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ 4 പേർ തിരുവനന്തപുരത്ത് നിന്നും 4 പേർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിന്മേലാണ് ഒരു അടിയന്തരമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുന്നത്. നഗരസഭയും പോലീസും, ട്രാഫിക് പോലീസും കേരള പോലീസും സംയുക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം. നാറ്റ്പാക്ക് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ തുടരുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടി തയ്യാറായിട്ടുണ്ടല്ലോ നമ്മുടെ പക്കൽ, അതിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. അതിനുശേഷം ടിൻഡുവിലേക്ക് മടങ്ങിയെത്താം. തുടർച്ചയായി തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ അപകടങ്ങൾ പതിവാകുകയും 30ഓളം ജീവനുകൾ നഷ്ടമായ സാഹചര്യത്തിൽ കൂടിയാണ് കുരുക്കഴിക്കാൻ തലസ്ഥാനത്തെ ഒരു കൂട്ടം സ്ഥലവാസികളുടെ ശ്രമം. ഇതിനായി ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹർജിക്കാരായ CN സുബ്രഹ്മണ്യ ശർമ്മ, G ശിവപ്രസാദ്, G പത്മനാഭൻ, G രാമകൃഷ്ണൻ എന്നിവർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിർണായക ഇടപെടലുണ്ടായത്. കിഴക്കേക്കോട്ടയിലെ ട്രാഫിക്കും അപകടങ്ങളും ഒഴിവാക്കാൻ 6 മാസത്തിനുള്ളിൽ വിവിധ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് കോടതി ഉത്തരവ്. ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്ന ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ മാറ്റി സ്ഥാപിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. കഴിഞ്ഞ ജൂൺ ജൂലൈയിലാണ് ഇത് കേസ് കൊടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. അപ്പോഴാണ് ഫയൽ ചെയ്തത്.
നമ്മളെപ്പോഴും അതുവഴി ഞങ്ങളെല്ലാവരും എപ്പോഴും അതുവഴി പോകുമ്പോഴും എപ്പോഴും അവിടെ ഒരു കഞ്ചഷനാണ്, ടോട്ടൽ കഞ്ചഷൻ. നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാതെ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റില്ല. ബസ് 2 നിരയായിട്ട് പാർക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ ഒരു 30ഓളം പേര് മരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ബസ് ഇടിച്ച്. അപ്പോൾ ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ വേണം. നമ്മൾ അതുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്, ഇങ്ങനൊരു ഓർഡർ വാങ്ങിച്ചത്. കാൽനട യാത്രക്കാർക്കുള്ള പാത മെച്ചപ്പെടുത്തുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള പൊതു താൽപര്യ ഹർജിയാണ് കോടതി തീർപ്പാക്കിയത്. കിഴക്കേക്കോട്ട പ്രദേശത്ത് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും എളുപ്പത്തിലും സുരക്ഷിതമായും സഞ്ചരിക്കാൻ എസ്കലേറ്ററുകളുള്ള 3 ഫുട് ഓവർബ്രിഡ്ജുകൾ നിർമ്മിക്കുന്നതിനായി നാറ്റ്പാക്കും തിരുവനന്തപുരം റോഡ് കോർപ്പറേഷനും സമർപ്പിച്ച നിർദ്ദേശം നടപ്പാക്കണമെന്നും ഉത്തരവുണ്ട്. വരും തലമുറയ്ക്കു കൂടി വേണ്ടി ദീർഘവീക്ഷണത്തോടെയാണ് പ്രവർത്തനത്തിന് ഇറങ്ങിയതെന്ന് ഹർജിക്കാർ പറയുന്നു. ഇത് ആക്സിഡന്റ് നടക്കുമ്പോൾ അന്ന് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം എന്തെങ്കിലും ഒരു ചർച്ചയാവും, അത്രയേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഒരു ന്യൂസിലും ഒരു ഇതിലും ഒന്നും കാണുന്നില്ല. സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാൽ അത് കർശനമായി നടപ്പാക്കാൻ അധികൃതർ ശ്രമിക്കണമെന്നും ഹ്രസ്വകാല ദീർഘകാല നടപടികൾ നടപ്പിലാക്കണമെന്നും വകുപ്പുകൾക്ക് പൂർണ്ണമായ അഭിപ്രായ സമന്വയം ഉണ്ടാകണമെന്നും ഹർജിക്കാർ വ്യക്തമാക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടാകുന്നതായും വിമർശനമുണ്ട്. ഓരോ ആക്ടിവിറ്റീസും ഇവിടെ കൃത്യമായിട്ട് ചെയ്യുന്നില്ല. ഇതിന് ഉത്തരവാദി ഗവൺമെൻറ്റുകൾ തന്നെ, ഏത് ഗവൺമെൻറ് ആയിരുന്നാലും ആ ഗവൺമെൻറ് കറക്റ്റ് രീതിയിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം മരണങ്ങൾ ഇവിടെ സംഭവിച്ചത്. ഇപ്പം നമ്മുടെ തന്നെ അവിടെ തന്നെ ഒരു വലിയൊരു വാക്ക് ട്രാക്ക് ചെയ്തു വച്ചിട്ടുണ്ട്. അത് യൂസ്ഫുൾ ആകുന്നില്ല. അതിപ്പം 4.5 കോടി രൂപ എടുത്ത് ഒരു പ്രൈവറ്റ് ഫേം ചെയ്തു. അവരുടെ അഡ്വർടൈസ്മെൻറ്റ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് അത് പ്രയോജനമായ രീതിയിൽ അത് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺസിന് നമ്മുടെ നിയമപാലകരും എല്ലാവരും ഉൾപ്പെട്ടവരാണ്. എന്തിനാണ് ഇത്ര സാധാരണ ജനങ്ങളെ കൊല്ലിക്കുന്നത്? അത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ഒരു അനാസ്ഥ ഞാൻ കാണുന്നുണ്ട്. അതിലെന്തെന്ന് പറഞ്ഞാൽ KSRTCയുടെ വച്ചിരിക്കുന്ന ഇപ്പോൾ റോഡിൻ്റെ അടുത്താണ്. അതിൻ്റെ പിറകെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അത് ഒരിക്കലും ജനങ്ങൾ ഉപയോഗിക്കുന്നതേ ഇല്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ അത് ഇവിടുത്തെ പ്രമുഖരായ പലരുടെയും രാഷ്ട്രീയക്കാരുടെ സ്ഥലങ്ങളായി കൺകണിച്ച് അതിനകത്ത് അവർ ഉപയോഗിച്ച് പോകുന്നുണ്ട്. ഇതിന് അനന്ത എന്ന രീതിയിൽ നമ്മുടെ മുൻ കളക്ടർ ഷിബു പ്രഭാകർ ഇതിനൊരു തീരുമാനം കൊണ്ടുവന്നു. ആ സമയത്ത് ഈ KSRTCയുടെ ആ ബാക്ക് സൈഡിലേക്ക് ഈ ബസ് സ്റ്റാൻഡ് മാറ്റാൻ അവർ ഒരുപാട് ശ്രമം നടത്തി. പക്ഷേ അദ്ദേഹത്തിന് പോലും ഒരു ബ്യൂറോക്രാറ്റിന് പോലും അത് ചെയ്ത് പൂർത്തീകരിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചില്ല. മരണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഉത്തരവ് കാൽനട യാത്രക്കാർക്കുള്ള പാത മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയെന്നും കോടതി നിരീക്ഷണമുണ്ട്. ജനം, തിരുവനന്തപുരം. ഇടവേള.